Hafi's recipe time. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതൊക്കെയാണല്ലോ. അപ്പോൾ ഇതിന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് എൻ്റെ ഫേവറേറ്റ് കേക്ക് റെഡ് വെൽവെറ്റിന്റെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു കേക്കും കൂടെയാണ്. അപ്പോൾ ഞാൻ എഗ്ഗ് വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. എഗ്ഗ്ലെസ് ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്ത മൈദയാണ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കപ്പ് ഞാൻ മെഷർ ചെയ്തിട്ടാണ് ഈ ഒരു ബൗളിലേക്ക് മാറ്റിയത്. എന്നിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കൊക്കോ പൗഡർ നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കണം. നമ്മൾ എത്രത്തോളം അരിച്ചെടുക്കണോ അത്രത്തോളം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 4 എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എഗ്ഗ് ഇഷ്ടമില്ലാത്തവർക്ക് ബട്ടർ മിൽക്ക് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ മിൽക്ക് നമുക്ക് മിൽക്ക് വിനെഗർ ആഡ് ചെയ്തിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിഷ്ടമുള്ളവർക്ക് അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. കപ്പ് പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഷുഗർ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് നമ്മൾ ഇട്ടുകൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്ത ഫുഡ് കളറ് കുറച്ച് റാസ്ബെറി റെഡും കുറച്ച് ടൊമാറ്റോ റെഡും കൂടെ ചേർത്തുകൊണ്ടാണ് ചെയ്തത്. ഇനി ആ കറക്റ്റ് റെഡ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റെഡ് കളർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്തിട്ട് ഈ സ്പാച്ചുല വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ ഒറ്റയടിക്ക് എല്ലാം കൂടെ ആഡ് ചെയ്യരുത്. കുറേശ്ശെയായിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം റെഡ് വെൽവെറ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ എനിക്ക് ഇത്ര കളർ കിട്ടാറില്ലായിരുന്നു. അപ്പോൾ പിന്നെ അതിന് ശേഷമാണ് ഞാൻ സൂപ്പർ റെഡ് ഉപയോഗിച്ചാൽ നല്ല കളർ കിട്ടും. ഞാനിപ്പോൾ യൂസ് ചെയ്തത് റാസ്ബെറി റെഡും ടൊമാറ്റോ റെഡും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അങ്ങനെ ചെയ്താലും നല്ല കളർ കിട്ടും. നമുക്ക് ആ റെഡ് കളർ തന്നെ കിട്ടും. ഇനി നമ്മൾ ഞാൻ കുക്കറിലാണ് ചെയ്യുന്നത്. ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂണ് വിനെഗറും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കേക്ക് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. പിന്നെ ആ എഗ്ഗിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്താൽ ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടും. ബേക്കിംഗ് പൗഡറിന് പകരമാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഈ ബാറ്റർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നതിന് ശേഷം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം. അതിൻ്റെ ആ ബബിൾസ് പോയി കിട്ടാൻ വേണ്ടി. ഞാൻ ഈ കുക്കറിൻ്റെ അടിയിൽ ഒരു തട്ട് വെച്ചിട്ടുണ്ട്. അടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കുക, അടി കരിയാതിരിക്കാനാണ്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി.
അപ്പോൾ 30 മിനിറ്റിന് ശേഷം നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് എടുക്കുന്ന ഇടയിൽ മുകൾ പോർഷൻ ഒന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഇതായിപ്പോയി. അപ്പോൾ നമുക്ക് ഈ മുകൾ പോർഷൻ ഒന്ന് നല്ല ലെവൽ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കട്ട് ചെയ്യുന്ന ഈ പോർഷൻ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല നമുക്ക് ഈ കേക്ക് നല്ല റെഡ് കളറായിട്ട് തന്നെ കിട്ടിയിട്ട് അപ്പോൾ ഞാനിനി ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്യണം. ഞാൻ ഇത് ത്രെഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം ത്രെഡ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ നമുക്ക് നല്ല കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടുകയും ചെയ്യും. നമ്മൾ കത്തി യൂസ് ചെയ്യുന്നതിനേക്കാട്ടും നല്ലത് അതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ത്രെഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നെക്സ്റ്റ് ലെയർ ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് ലെയർ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ 3 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇത് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. ഷുഗർ സിറപ്പ് ആക്കി കൊടുത്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേക്ക്. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ 3 ലെയറിലും ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വിപ്പിംഗ് ക്രീം ഓരോ ലെയറിലും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 3 ലെയറിലും നമ്മൾ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ലെയർ നമ്മൾ ഇവിടെ ലെവൽ ചെയ്തെടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചെറിയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ലെവലർ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഈ 3 ലെയേഴ്സിലും ഞാൻ ഷുഗർ സിറപ്പ് നേരത്തെ റെഡിയാക്കിയതാണ്. ഞാൻ ഒരു ലെയറിൻ്റെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ വിപ്പിംഗ് ക്രീം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ സാധാരണ റെഡ് വെൽവെറ്റിൽ നമ്മൾ ക്രീം ചീസും കൂടിയും കൂട്ടിയിട്ടാണ് ചെയ്യൽ. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് മാത്രം ചെയ്യുന്നുള്ളൂ. അടുത്ത ലെയർ മുകളിൽ വെക്കുക. ഈ ക്രീം ചീസ് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ അതില്ലാത്തതുകൊണ്ട് ജസ്റ്റ് വിപ്പിംഗ് ക്രീം മാത്രം ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈഡൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നോസിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ ഒരു നോസിൽ വെച്ചിട്ട് നമ്മൾ ഇതാക്കുക. സൈഡിലൊരു ചെറിയൊരു ഫ്ലവറിൻ്റെ ഡിസൈനും കൂടെ കൊടുക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തു. ഇനി നമ്മൾ ആ മുകൾ പോർഷന് കട്ട് ചെയ്ത അതുകൊണ്ട് ജസ്റ്റ് ക്രഷ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എല്ലാത്തിലും ചെറി വെച്ച് കൊടുക്കുക. നമ്മളെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ റെഡ് വെൽവെറ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.